can be used to find out whether there is any significant difference between two independent correlation coefficient. അതായത് രണ്ട് സെറ്റ് ഓഫ് സാമ്പിൾ അവ തമ്മിലുള്ള കോറിലേഷൻ കോഫിഷ്യൻറ്റ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നറിയാനും ഫിഷേഴ്സ് ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ഫിഷേഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്യുക കോറിലേഷൻ കോഫിഷ്യൻ്റ് ഓഫ് സാമ്പിൾ ആയിരുന്നു. അതായത് ഒരു ഗിവൺ സെറ്റ് ഓഫ് സാമ്പിൾ സൈസിൻ്റെ കേസിലും സാധിക്കും, രണ്ട് സെറ്റ് ഓഫ് സാമ്പിൾ സൈസിൻ്റെ കേസിലും സാധിക്കും. So the z-test can also be used to test the significance of difference of two sample correlation by using the following formula. Is that z1 minus z2 divided by root of 1 by n1, the first set of sample minus 3 plus 1 divided by n2 minus 3, where z1 is equal to half of log n, that is half എന്ന് പറയുമ്പോൾ 2.71828 and a half 1.1513 log 10 1 plus r1 by 1 minus r2, that is a theoretical definition. പക്ഷേ ഫിഷേഴ്സ് z ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ c can be calculated by the formula z minus mu c divided by standard error se of z, നമുക്കത് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന വാല്യൂ വൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2.53 നമുക്ക് പറയാൻ സാധിക്കും there is a significant difference എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് if the calculated value നമ്മൾ കണ്ടുപിടിക്കുന്നത് is greater than 2.53, the difference is considered as significant at 1 point level of significance. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ടെസ്റ്റ് 1 level significance ആണോ എന്ന് നോക്കുക. So നമ്മുടെ calculated value is greater than 2.53, you have to say that there is a significant difference or there is a significant difference existing നമുക്ക് പറയാം. 5% level of significance ആണെങ്കിൽ if the value goes above 1.96, it is considered as the difference is significant. And if it is goes 3, മൂന്നിന് മേളിൽ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എബവ് 3 ആണെങ്കിൽ ഏത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിലും നമുക്ക് പറയാൻ കഴിയും സിഗ്നിഫിക്കൻ്റ് ആണ്, ഡിഫറൻസ് ആണെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ടേബിൾ ഒരു കമ്പാരിസൺ ഒന്നും നോക്കണമെന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ആർ വാല്യൂ കോഎഫിഷ്യൻ കോറിലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അല്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് അളക്കാനായിട്ട് സാധിക്കും. So let's familiar with this concept with the help of an example. See, ഇതിൽ നോക്കിക്കേ, the following data gives sample size and correlation coefficient. So there are two sample size, a set of 5 and 12. അതിൻ്റെ കോറിലേഷൻ വാല്യൂ തന്നിട്ടുണ്ട് 0.870 and 0.560 തന്നിട്ടുണ്ട്. And it is asked that is a different is significant. So ഈ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അറ്റ് വൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒന്നൊന്നും തന്നിട്ടില്ല, നമുക്കത് നോക്കാം. സാധാരണഗതിയിൽ അത് നമുക്ക് അറിയാവുന്നതാണ്. ഇല്ലാത്ത സാഹചര്യത്തിൽ വൺ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ 2.53 എബോ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ വരികയോ 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ 1.96 എബോ കാൽക്കുലേറ്റഡ് വരികയോ ചെയ്താൽ നമുക്ക് പറയാം സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. ഇഫ് ഇറ്റ് ഈസ് ബിലോ വാട്ട് ഇഫ് ഇറ്റ് ഈസ് എബവ് 3 നമുക്ക് പറയാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം. അപ്പോൾ നമുക്ക് അതായത് ഏറ്റവും കുറവ് 1.96 അറ്റ് 5 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം ഫോളോയിങ് സാമ്പിൾ സെറ്റ് തന്നിട്ടുണ്ട്. സോ ബൈ അപ്ലൈയിങ് സി ടെസ്റ്റ് by this formula, that is z1 minus c2 divided by root of 1 minus ആദ്യത്തെ സെറ്റ് n1 minus 3 plus രണ്ടാമത്തെ സെറ്റ് n2 minus 3. So this is a formula for using a z-test. z1 നമ്മൾ ആദ്യത്തെ സെറ്റ് അതായത് ഈ ഒരു 6 5 എന്ന് വിളിക്കപ്പെടുന്ന സാമ്പിൾ സെറ്റിന്റെ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അത് തിയററ്റിക്കലി അതിന്റെ ഫോർമുല വരുമ്പോൾ 1.1513 log 1 plus r1 divided by 1 minus r1 ആണ്. സോ ദാറ്റ് ഈസ് നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ ടേബിളിൽ പോയി നോക്കി കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കത് ഇങ്ങനെയൊക്കെ ലഭിക്കുക 1 plus 0.87 divided by 1 minus 0.87. Anyway, I'm not going to do that because നമുക്ക് ഫിഷേഴ്സ് വാല്യൂ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. നമുക്ക് വേണ്ടത് 0.870 വാല്യൂ, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് Z1 ആയിട്ട് 0.870. നമുക്ക് ഫിഷേഴ്സ് ടെസ്റ്റ് നോക്കാം. 0.87ന്റെ 0.870 ദാറ്റ് ഈസ് 0.8ന്റെ 7 നമുക്ക് നോക്കിയാൽ മതി 0.13331. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1.33. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ടേബിളിൽ നോക്കിയാൽ വാല്യൂ കിട്ടുന്നതാണ് ഫിഷേഴ്സ് Z ടെസ്റ്റ് Z ടേബിൾ. സോ 1.33 is the value. സോ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് പറയാം 1.33 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. C1 അതായത് 5 സാമ്പിൾ സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ Z2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതും ഈ പറഞ്ഞ പോലെ 0.560 ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ വേണമെങ്കിലും ഒന്ന് തിയററ്റിക്കലി നമുക്കൊന്ന് എഴുതാം. ലോഗ് 1 പ്ലസ് 0.56 അല്ലേ, അപ്പോൾ 1 പ്ലസ് 0.560 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.560. ഇനി നമുക്ക് ടേബിളിൽ പോയി 0.56ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. 0.56
എന്ന് പറയുമ്പോൾ 0.632 വരും. സോ വി ക്യാൻ ടേക്ക് ദ 2 ഡിജിറ്റ്സ് ലൈക്ക് 0.63 നമുക്ക് എടുക്കാം. സോ 0.63 0.63. സോ നമുക്ക് Z1 ആൻഡ് Z2ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ n എത്രയായിരുന്നു? നമ്പർ 5 ആയിരുന്നു. n2 എന്ന് പറയുന്നത് 12 ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. So let's go to the calculation session. So that is Z1 minus Z2. That is 1.33. I'm not going to write the definition again. One formula again. 1.33 minus 0.63 divided by root of 1 divided by first sample set in the size 5 ആയിരുന്നു. 5 minus 3 plus 1 divided by n2 12 ആയിരുന്നു. 12 minus 3. So when you solve this, you will get 0.70 divided by root of 0.61 കിട്ടും. So calculate ചെയ്യുമ്പോൾ I think the value will be 0.9 ആണ്. Okay, so the calculated value is 0.9 ആണ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ല എങ്കിലും ഏത് ലെവലാണെങ്കിലും 1.6ന് മേളിലാണെങ്കിൽ 5% വെച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. 2.59 മേളിലാണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. 3ക്ക് മേളിലാണെങ്കിൽ ഏത് കേസിലും സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഇതാണ് നമ്മുടെ ഒരു തിയററ്റിക്കലി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 0.9 ആണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാത്തിലും താഴെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം the calculated value 0.9 is less than the table value. I think so. Table value എന്തായാലും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 1.96നും 2.53യുടെ അടുത്തൊന്നും വന്നിട്ടില്ല. അതിലൊക്കെ വളരെ താഴെയാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം ഡിഫറൻസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയാം. സോ നമ്മൾ കണ്ടുപിടിച്ച് തമ്മിലുള്ള ഡിഫറൻസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്. അവ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് അല്ല ഉള്ളത് എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ കൺക്ലൂഷൻ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ്? നോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ്. ഇതായിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്തത്. ഡിഫറൻസ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ്.